എന്തോന്ന് നവകേരളം? എന്നെ പോലുള്ളവന്മാരുടെ ടാക്സ് അല്ലേ എടുത്തോണ്ട് പോണ. ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം ആണോ ഇല്ലേ? അവര് അപ്ഡേറ്റ് ചെയ്തിട്ടേ ഒരു വണ്ടി കൊണ്ട് നടക്കുന്നില്ലേ? നമ്മളൊരു വണ്ടിയുടെ ഒരു ലൈറ്റ് എക്സ്ട്രാ വെച്ച് കഴിഞ്ഞാണ്ടല്ലോ അതിന് പൊങ്കാല ഇടൂലേ MVD-ക്കാര്? അത്തരം പറഞ്ഞിട്ട് മുറിക്കാ മതി. വീട്ടിലെ കാരണവർക്ക് അടുപ്പിലുമാവാം. നവകേരള സദസ് എന്ന പേരിൽ ഈ മുഖ്യമന്ത്രി കാണിക്കുന്ന അഴിഞ്ഞാട്ടം, ഈ മുഖ്യമന്ത്രി കാസർഗോഡ് നിന്ന് ഇങ്ങോട്ട് കാണിച്ചോണ്ട് വരുന്നേ ഈ മുഖ്യമന്ത്രിയുടെ അവസാനമാകാറായി എന്നുള്ളതിന്റെ സൂചനയാണ്. നിങ്ങൾ പോകുന്നത് എന്ന് മുഖ്യമന്ത്രി കേരളം കാലെടുത്തു വെച്ചോ അന്നു മുതൽ ഈ കേരളം നശിച്ചോണ്ടിരിക്കുക. ഇനി നശിക്കാനൊന്നുമില്ല. ഈ സാധനം ഇത്ര കുരുത്തം കെട്ടതാണെന്ന് ഞാൻ അറിഞ്ഞു. അവര് പറഞ്ഞ കഥകൾ വെച്ച് നോക്കുമ്പോ ചീത്ത മാത്രം പറഞ്ഞാ പോരാ. എന്നിട്ട് വീണ്ടും ഒരു ബസ് ഇറക്കി കുറെ ആൾക്കാരെയും കയറ്റി നവകേരള എന്ന പരിപാടി. തനിക്ക് നാണമില്ലേണോ? ഇല്ല. അത് തന്നെ. അദ്ദേഹം പറയുന്നത് എല്ലാം ജനകീയ സർക്കാർ ജനങ്ങളിലേക്ക് എന്ത് ജനകീയം? അദ്ദേഹത്തിന് അങ്ങനെ കഴിവുള്ള ഒരു മനുഷ്യനാണ് ഉമ്മൻചാണ്ടി. കാര്യം എന്ത് പറഞ്ഞാലും ഉമ്മൻചാണ്ടി മന്ത്രി ജനങ്ങളുടെ ഇടയിലേക്ക് നടന്നിറങ്ങി വന്നു. അതൊക്കെ ഒരു കാലം. ഇതിനെയൊക്കെ കാണുമ്പോഴാ വീട്ടിയിരിക്കുന്നതിനൊക്കെ എടുത്ത് കിണറ്റിയിടാൻ തോന്നുന്നു. അതുപോലെ പിണറായി നടന്നിറങ്ങി നമ്മളുടെ മുന്നിലേക്ക് വരാമെങ്കിൽ നമ്മൾ അംഗീകരിച്ചു കൊടുക്കും. വേണ്ട, എന്നെ കൂമിലിട്ട് കുത്തി കളിക്കാനല്ലേ? നവകേരള സദസ്സിൽ പരാതികൾ ഉദ്യോഗസ്ഥരെ ഏൽപ്പിച്ച് നമ്പർ വാങ്ങാൻ മാത്രമാണ് സൗകര്യമുള്ളത്. നേരിട്ട് പരാതികൾ കേൾക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത്. അയാൾ അവിടെ ഇവിടെ എങ്ങനെയൊക്കെ നടന്നോട്ടെ, ബുദ്ധിക്ക് ഒരു 5 പൈസ കുറവുള്ള ആളാ. അയാൾ എന്താ എപ്പോഴാ ചെയ്യണെന്ന് പറയാൻ പറ്റില്ല. ഇത് ഏറ്റവും കൂടി 1.5 കോടിയുടെ ബസ്സും എടുത്ത് ലോകം മുഴുവൻ കടവും വാങ്ങിച്ചുകൊണ്ട് ആ ബസ്സിനകത്ത് കുറെ വിഡ്ഢി കുശ്മാണ്ഡങ്ങളും കെട്ടി. ആ ചെക്കനെ ഒന്ന് കൊടുത്തിട്ടേ. വേണ്ട സാർ, വിവരമുള്ളവർ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് വിവരമില്ലാത്ത സാർ എന്തിനാ മറുപടി പറയാൻ പോകുന്നത്? ഇതിനകത്ത് ഇരിക്കുന്ന എല്ലാം വിഡ്ഢി കുശ്മാണ്ഡങ്ങളാ. ഞാനതെല്ലാം എനിക്ക് തെളിയിക്കണം. സത്യം അവള് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി എങ്ങനെ തെളിയിക്കും? കുറെ വിഡ്ഢി കൂശ്മാണ്ഡങ്ങളെയും കയറ്റി വിഡ്ഢി നാടകമാണ് ഇന്ന് ആ ബസ്സിൽ കൂടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഇവൻ നമ്മൾ നാളെടുത്തോണ കേട്ടാ. എനിക്കൊരു പേടിയില്ല. എനിക്കൊരു തണ്ടിനും പേടിയില്ല. എനിക്ക് ഒരു പേടിയില്ല പിണറായി, എനിക്ക് പേടിയേ ഇല്ല. നീ പേടിക്കണം. എന്റെ കൺമുന്നിൽ നേരിട്ട് ഇറങ്ങി വന്നാൽ ചിലപ്പോ ഞാൻ വെടിവെച്ചു കൊല്ലും. ചുമ്മാ പറഞ്ഞായിരിക്കുമല്ലേ? ചുമ്മാ പറഞ്ഞതാ. അയാൾ ശരിക്കും പറഞ്ഞതായിരിക്കും. എനിക്ക് വളരെ നല്ല അഭിപ്രായമാണ് എല്ലാവരും പറഞ്ഞു കേൾക്കണത്. എന്നെ പറ്റിക്കണ്ട, എനിക്കറിയാം. ഏപ്രിൽ ഫൂൾ അല്ലേ? കാരണം ഇത്ര പ്രായമൊക്കെ ആയിട്ടും ആരും ഒരു പേടിയില്ലാതെ ധീരനായ ഒരു യോദ്ധാവിനെ പോലെ എന്ത് എങ്ങനെ മുന്നേറുന്നത് കാണുമ്പോ വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. ഇനിയും കേൾക്കാനുള്ള മുസ്ലിം പോർ ഇദ്ദേഹത്തിനില്ല. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ചെന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്.